ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ബീയിങ് ലു. സോ ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് മറന്നുപോയൊരു വീഡിയോ ആണ്. ഈ ഒരു വ്ലോഗ് ബേസിക്കലി UAE 54th നാഷണൽ ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ലോഗാണ്. ടു ബി ഹോണസ്റ്റ്, എൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു വീഡിയോ എടുത്തു വെച്ച കാര്യം മറന്നുപോയി. അതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ആക്കാൻ ഇത്ര ലേറ്റ് ആയത്. December 2 UAE 54th നാഷണൽ ഡേ. ഈദ് അൽ ഇത്തിഹാദ് എന്നും പറയും. UAE ഇവരുടെ നാഷണൽ ഡേ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഭയങ്കര വലിയ സെലിബ്രേഷൻ ആണ്. ഒരു 2 weeks മുന്നേ തന്നെ ഇവരിതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങും. എല്ലായിടത്തും ഈ UAE ഫ്ലാഗിന്റെ ലൈറ്റ്സും പിന്നെ ഈ 54th നാഷണൽ ഡേ ഇതൊക്കെ റിമൈൻഡ് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച ആ പരേഡിന്റെ ക്ലിപ്പ് ആക്ച്വലി ഇവരുടെ സിവിൽ ഡിഫൻസിന്റെ ഷോ ആയിരുന്നു. പക്ഷെ നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ലിപ്പ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഫുജൈറയിലുള്ള ഒരു ഫുജൈറ ഫോർട്ടിൽ നടക്കുന്ന കൾച്ചറൽ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ഡാൻസ് ഫോംസ് ഒക്കെ കാണാൻ നല്ല രസമാട്ടോ ലോക്കൽസിന്റെ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പം ഇങ്ങനെ ഒരു കിച്ചൺ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കിച്ചണിൽ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം നമ്മളിതൊക്കെ പൈസ കൊടുത്ത് മേടിക്കണം എന്നാണ്. പക്ഷേ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ. നമുക്ക് എത്ര വേണേലും കഴിക്കാം, ഫ്രീ ആണ്. അപ്പം നമ്മൾ അറബിക് ഡംപ്ലിങ്സ്, ഈ ഡംപ്ലിങ്സും അതുപോലെ പാൻ കേക്ക്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായി കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റാണ്. ഈ ലോക്കൽസ് ഉണ്ടാക്കുന്ന ലുക്കൈമാത്തിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. അത് കറക്റ്റ് നമ്മുടെ ഒതൻറ്റിക് ലുക്കൈമാത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡേറ്റ് സിറപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ എപ്പം പോയാലും എവിടുന്ന് കണ്ടാലും ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ സെമി ട്രൈ ആക്കിയത് മട്ടൻ ഹലീസ എന്നാണോ ഹൽസ എന്നാണോ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഹലീസ എന്നാട്ടോ പറയാം. അതുപോലെ തന്നെ ഗാവൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഗതി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഹോൾഡിംഗ് നാഷണൽ ബേർഡ് ഓഫ് UAE ഫാൽക്കൺ. ഇതിൻ്റെ കണ്ണ് മൂടി കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ധൈര്യത്തിൽ എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കണ്ണെങ്ങാനും തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണത് മാന്തി പറിച്ചെടുക്കുന്ന പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാധനത്തിന് ഇങ്ങനെ കൈകൊണ്ട് തൊടണത്. കൈകൊണ്ടും തൊട്ടിട്ടില്ല. അയാൾ ഇങ്ങനെ ആ ഒരു സാധനം തമ്മിൽ വെച്ച് തന്നോന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പൂച്ച അങ്ങനത്തെ പെറ്റ്സിനൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. പിന്നെ കുറേ കുട്ടികളുടെ പരിപാടികളുണ്ടായിരുന്നു. UAE ആർമിയുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഭയങ്കര സംഭവമായിട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം എല്ലാവരും പ്രാക്ടീസിലാണ്. കാരണം ഇന്നത്തെ ഈ ഫെസ്റ്റിന്റെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ഫുജൈറ റൂളിംഗ് ഫാമിലിയിലെ ഏതോ ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ്. ഇടയിൽ കൂടെ സെമി പോയിട്ട് എന്തൊക്കെയോ ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇവര് റെഡ് കാർപ്പറ്റ് ഒക്കെ വിരിച്ചിട്ട് ഈ ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടിയിട്ടാണ് ചീഫ് ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നത്. ഇവർ ഈ ഫസ്റ്റ് ആനയിച്ച് കൊണ്ടുവരുന്നത് 4 പെൺകുട്ടികളാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് എന്തപ്പം ഇങ്ങനെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ചീഫ് ഗസ്റ്റിന്റെ മക്കളാണ്, 4 പെൺകുട്ടികളാണ്. അപ്പം ഇവര് ഭയങ്കര സ്പെഷ്യൽ വെൽക്കമിങ് ആയിരുന്നു കേട്ടോ ഇവർക്ക്. അങ്ങനെ അവരുടെ വെൽക്കമിങ് കഴിഞ്ഞ് പിന്നെയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് വരുന്നത്. അങ്ങനെ കുറച്ച് നേരം അവരുടെ പരിപാടികളൊക്കെ കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റി സെൻറ്ററിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കാരണം ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഇസ് ഹാപ്പനിങ്. അപ്പോൾ നമ്മൾ R&Bയിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ സെൻറ്റർ പോയിന്റിൽ പോയി. ഇന്ന് ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് ഗോൾഡൻ ഹൂപ്സും അതുപോലെ തന്നെ ടെന്നീസ് ബ്രേസ്ലെറ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, റൈൻ സ്റ്റോൺസ് ഒക്കെ വരുന്ന ടൈപ്പ്, അതൊന്നെടുത്തു. പിന്നെ സെമി ഇങ്ങനെ സ്കെച്ചേഴ്സിൻ്റെ എന്തൊക്കെയോ ഷോക്സും ലീ കൂപ്പറുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സെൻറ്റർ പോയിന്റ് എന്ന് വിട്ടു കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി ഒരു മൂവി പ്ലാൻ ഉണ്ട്. കാരണം എക്കോക്ക് നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. Yes, we are going for Echo. Let's see how it is. നമ്മുടെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് മൂവിക്ക് എത്താൻ നമ്മൾ ലേറ്റായി. കാരണം 10:30 ഷോയ്ക്ക് നമ്മൾ 10:45 ആയി എത്തുമ്പോൾ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 15 minutes ആഡ്സ് ഉണ്ടാവും. സോ ആ ഒരു ആഡൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ മെല്ലെ പതുക്കെ എത്തിയാൽ മതി. പിന്നെ എക്കോ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും സെമിയും വി ഫൈൻഡ് ഇറ്റ് ആസ് ഒരു ആവറേജ് മൂവി. ഭയങ്കര അനുസരിച്ചുള്ള ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് ഇതേ ഡയറക്ടറിന്റെ കിഷ്കിന്ധകാണ്ഡം കണ്ടവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവി വെച്ച് കമ്പയർ ചെയ്യുമ്പം അത് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്ലോട്ടിൻ്റെ ട്വിസ്റ്റൊക്കെ മനസ്സിലായത് പിന്നീട് ഫ്രണ്ട്സായിട്ട് നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമല്ലോ സ്റ്റോറി ലൈൻ. അങ്ങനെയാണ് എനിക്ക് കഥ മനസ്സിലായത്. അല്ലാണ്ട് എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ആയിട്ട് തോന്നി എക്കോ. അപ്പോൾ ഇന്ന് December 1st 2025. ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് മിഡ്നൈറ്റ് ആണ് നമുക്ക് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നാളെ December 2 നാഷണൽ ഡേ ആണല്ലോ. അപ്പോൾ അത് പ്രമാണിച്ച് ഇന്നാണ് ഫയർ വർക്ക്സ്. അപ്പോൾ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ
നേരെ വന്നിട്ടുള്ളത് ഡിബ അൽഫിക്കേറ്റിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് ബുദ്ധിമോശമായോ എന്നൊരു ഡൗട്ട് ഉണ്ടായി. കാരണം അങ്ങനെയും ട്രാഫിക് ആയിരുന്നു കേട്ടോ. എല്ലാവരും വണ്ടി എടുത്ത് പുറത്തുണ്ട്. ഇവിടെയുള്ള വേറൊരു വട്ട് ട്രഡീഷനാണ് എല്ലാവരുടെ വണ്ടീൻ്റെ മേത്തും സ്നോ സ്പ്രേ അടിച്ച് കൊളാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം അതിനു വേണ്ടി എല്ലാ മക്കളും സ്നോ സ്പ്രേ ആയിട്ട് പുറത്തുണ്ട്. ആക്ച്വലി ഇത് ഇല്ലീഗലാണ്. കഴിഞ്ഞ നാഷണൽ ഡേ തൊട്ടിട്ട് ഐ തിങ്ക് UAE പോലീസ് ഇത് ബാൻ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ കുറേ ആൾക്കാർ കർച്ചീഫൊക്കെ കെട്ടി ആള് മനസ്സിലാവാത്ത രീതിയിൽ സ്നോ സ്പ്രേ ഒക്കെ എടുത്ത് എല്ലാവരും വണ്ടി അടിച്ച് കൊളാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ നമുക്കൊരു പാർക്കിംഗ് കിട്ടി. പിന്നെ നമ്മൾ നടക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ ഇവരുടെ വണ്ടികളൊക്കെ കാണാൻ നല്ല രസമാണ്. ലൈക്ക് UAE റൂളേഴ്സിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും അവർക്കൊരു ട്രിബ്യൂട്ട് എന്നുള്ള പോലെ കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു സെറ്റപ്പിലായിരിക്കും എല്ലാ വണ്ടികളും. വണ്ടീൻ്റെ ബാക്കിലൊക്കെ ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നല്ല രസമാണ് ഓവറോൾ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നടന്നൊരു സൈഡായപ്പം ലാസ്റ്റ് അവിടെ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. അപ്പം അതിലൊരു ഫുഡ് സ്റ്റോളിൽ കയറിയിട്ട് നമ്മൾ വിംടോ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി നോൺ സ്റ്റോപ്പ് പൊട്ടായിരുന്നു. സംഭവം ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇവിടെ ഈ പടക്കം പൊട്ടിക്കുന്നതും പെർമിഷനൊന്നും ഇല്ലാണ്ട് പൊട്ടിക്കാനൊന്നും പാടില്ല. പക്ഷേ ചെക്കന്മാരെല്ലാവരും സംഭവം പൊട്ടിക്കും. അതിനിപ്പോൾ ഒന്നും പറഞ്ഞിട്ടും ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയാണ്. ലാസ്റ്റ് നമ്മളൊരു ലുക്കേമാത്തിൻ്റെ ഒരു പാക്കറ്റ് വീണ്ടും വാങ്ങിച്ചു. ഇന്നലെയും വാങ്ങിച്ചു, ഇന്നും വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ UAE നാഷണൽ ഡേൻ്റെ അന്നാണ്. ജസ്റ്റ് 2nd of December 2025. ഇന്ന് നമ്മൾ ചുമ്മാ ഒരു സർക്കിറ്റിന് ഇറങ്ങിയതാണ്. പുറത്ത് നാഷണൽ ഡേ ആയിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും സമീറും ഇങ്ങനെ മാറ്റി ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അംബ്രല്ല ബീച്ചിലേക്കാണ്. നമ്മൾ ന്യൂ ഇയർ ഈവ് ഒക്കെ കണ്ടില്ലേ, ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. അതൊരു 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. സോ അവിടെ പോവാന്ന് വിചാരിച്ചു. ആദ്യം അവിടെ ചെന്നപ്പം നാഷണൽ ഡേ സ്പെഷ്യലായിട്ട് അവർ ഫ്ലീ മാർക്കറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ട് പെർഫ്യൂംസും ഫുഡും ഫ്ലവർ ബൊക്കെ അതുപോലെ അബായാസ്, ഹാൻഡ് ബാഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സെല് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ലോക്കൽസിൻ്റെ ടേസ്റ്റിന് പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും കാര്യമായിട്ട് വാങ്ങിക്കാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ ബീച്ച് സൈഡിൽ പോയി നോക്കി. അവിടെ കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. കാരണം ഈ ഒരു ടൈമിലല്ല, കുറച്ചും കൂടെ രാത്രി ആയി കഴിഞ്ഞാലാണ് ആൾക്കാരുണ്ടാവുക. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. കാരണം നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ സ്ഥലം കാലിയാക്കും. ഫുജേറ കുറച്ചും കൂടെ ശാന്തമനോഹര തീരായതുകൊണ്ട് ഈ ദുബായ് വേറെ എമിറേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്കാണ് വരിക. സോ എല്ലാവർക്കും നാളെ വർക്ക് ഉള്ളത് കാരണം ഇന്ന് ഏകദേശം എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം ഒഴിഞ്ഞിട്ടുണ്ട്. ലോണിൽ മാത്രമേ അങ്ങനെ ആൾക്കാരെ കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ നടന്നു. അങ്ങനെ ഞാനും സെമി നടന്ന് സൈഡായി. ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ അടുത്ത് തന്നെയുള്ള ടീ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. റെസ്റ്റോറൻറ്റ് അല്ല, ഇറ്റ്സ് എ കഫേ ആക്ച്വലി. അവിടെ പോയിട്ട് ഈ ഒരു ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. ഇവരുടെ എല്ലാ സാധനങ്ങളും അടിപൊളിയാണ് കേട്ടോ. അവരുടെ നെക്കാനിക് സാൻഡ്വിച്ച് ഒക്കെ ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ആണെങ്കിലും അടിപൊളിയാണ്. ഇത് രണ്ടുമാണ് ഞാൻ ബേസിക്കലി അവിടുന്ന് ട്രൈ ആക്കിയിട്ടുള്ളത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഫുജേറയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ടു ഗോ ട്രൈ. പിന്നെ ഇതിൽ തുടങ്ങിയതാണ്, പിന്നെ നമ്മൾ നിർത്തിയിട്ടില്ല. പിന്നെ അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തതാണ് ക്ലാരോയിലെ ഈ ഒരു മൂൺ മാംഗോ മിൽക്ക് ഷേക്കോ അങ്ങനെ എന്തോ ഒരു സാധനം, ഒരു സ്ലഷ് പോലത്തെ ഒരു സാധനമാണ്. ബട്ട് ഐ വുഡ് റേറ്റ് ഇറ്റ് ഓൺലി 6 on 10. എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടമായില്ല. ഇറ്റ്സ് ആൻ ആവറേജ് ഡ്രിങ്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് അന്നത്തെ ഒരു നാഷണൽ ഡേ വ്ളോഗ് വിശേഷങ്ങൾ. ഇത് കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, ബട്ട് ഐ എം സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ യു നോ ദ ഡ്രിൽ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഗിവ് അവേ വിന്നറിനെ നമ്മൾ സൂൺ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. കൂടുതൽ കമൻറ്റ്സ് ആൻഡ് ഷെയർസ് കൊടുക്കുന്നവർക്ക് എന്തായാലും പ്രയോറിറ്റി ഉണ്ടാവും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ ഗൈസ്. സീ യു ഓൾ ഇൻ ദ അതർ വൺ. അൻടിൽ ദെൻ, മസ്സലാമ.